Hello everyone, welcome back to Ejivala 2.0 Plus 2 Business Studies എക്സാമിന് മൂന്നാമത്തെ വീഡിയോ ആണിത്. ലാസ്റ്റ് വീഡിയോ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടാ 10 ഗോൾഡൻ ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടും എന്നാൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും A+ ടോപ്പിക്സ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം. ഈ 10 ടോപ്പിക്കിൽ ഒരാറ് ടോപ്പിക്കെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ട് കാണാം. ആ 10 ടോപ്പിക്ക് പറയുന്നതിന് മുന്നേ നമ്മുടെ ക്രാഷ് ബാച്ച് ഉണ്ടായിരുന്നു. അതിലെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് 500 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ ഒരു ആഴ്ച 1 വീക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഷുവറായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7907664613 കേട്ടോ. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ 10 ഗോൾഡൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിലെ ഫസ്റ്റ് വൺ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ, സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എഴുതി പറയാൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. ദെൻ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസസും ഫങ്ഷൻസും. ഇത് 11th ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഈ പാഠത്തിൽ നിന്ന് ഏകദേശം ഒരു 4-5 ടോപ്പിക്സ് തന്നെ ഉണ്ട് കേട്ടോ. മാർക്കറ്റിന്റെ 4 P's ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കും, അതും 11th ചാപ്റ്റർ തന്നെയാണ്. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ 9th ചാപ്റ്റർ ആണ്. പ്ലാനിന്റെ ടൈപ്പും എക്സാമ്പിൾസും. ഒരുവിധം ആൾക്കാർ അത് സ്കിപ്പ് ചെയ്തിട്ടാണ് പോവുക, പക്ഷേ അത് നിങ്ങൾക്ക് ഓരോന്നിന്റെ എക്സാമ്പിൾസ് ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാൻ യു ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് റൂൾസ് പോളിസീസ് എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഓർ ടെക്നിക്സ് ഓർ ടൂൾസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് സെയിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചോദിക്കും. അഡ്വർടൈസ്മെന്റിന്റെ മെറിറ്റ് ഒബ്ജെക്ഷൻസ്, ഇത് രണ്ടും നമുക്ക് 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. അതും 11th ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ 11th ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ, ഒരു 5-6 ടോപ്പിക്സോളം 11th ചാപ്റ്റർ ആണ്. പിന്നീട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ 5th ചാപ്റ്റർ ആണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ 2 തരം സ്ട്രക്ചർ ഉണ്ട്, അതിനെ കുറിച്ച് പഠിക്കാം. കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 8 മാർക്കിനാണ് ചോദിക്കാറ്. അത് 6th ചാപ്റ്റർ ആണ് കേട്ടോ. 6th ചാപ്റ്റർ. ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ്, ഇതും 6th ചാപ്റ്റർ ആണ്. സോറി, ഇത് നമ്മുടെ 5th ചാപ്റ്റർ ആണ്. 7th ചാപ്റ്റർ ആണ്. ഡയറക്റ്റിംഗ് ആണ് കേട്ടോ. മെത്തേഡ്സ് 6th ചാപ്റ്റർ ആണ്. ട്രെയിനിങ് മെത്തേഡ്സ് ചോദിച്ചാൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും നിങ്ങൾ എഴുതണം. ഇതൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം ഓരോ ടോപ്പിക്സും എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞ 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഗോൾഡൻ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ് ഒന്ന് എഴുതി വെക്കുക. ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്താ? ഒരു പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പോർഷൻസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏർണിങ്സ് ആണ്. അത് നമ്മൾ എന്താ പറയുക, ഡിസൈഡ് ചെയ്യുക. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ബാക്കി എത്രയുണ്ട് അതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിൻ്റെ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വൺ എമൗണ്ട് ഓഫ് ഏർണിങ്സ്. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഔട്ട് കറന്റ് ആൻഡ് പാസ്റ്റ് ഏർണിങ്സ് ആർ എ മേജർ ഡിറ്റർമിനൻസ്. അതായത് ഇത്ര മതി, ഏർണിങ്സ് അനുസരിച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഏർണിങ്സ് മുന്നെത്തിയും വരാൻ പോകുന്നതും ഇപ്പോഴത്തൊക്കെ ഏർണിങ്സ് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. രണ്ടാമത്തത് സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്. അതായത് കമ്പനിക്ക് സ്റ്റേബിൾ ആയിട്ട് ഇയർലി ഏർണിങ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡിവിഡൻഡ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ട്, എല്ലാ വർഷവും വളർച്ചയുണ്ട് എങ്കിൽ നമുക്ക് അധികം ഗ്രോത്തിന് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏർണിങ്സിൻ്റെ കുറച്ച് ഭാഗം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ ബാക്കി നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാം. അപ്പോൾ ഗ്രോത്ത് നല്ലൊരു ഫാക്റ്റാണ്. ക്യാഷ് ഫ്ലോ പൊസിഷൻ, അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്, രണ്ടും അനുസരിച്ച് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ്. ചില ഷെയർ ഹോൾഡേഴ്സ് പറയും ഞങ്ങൾക്ക് ഡിവിഡൻഡ് ഇപ്പോൾ വേണ്ട, ഇന്ന ടൈമിലൊക്കെ മതി, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത്
ചെയ്തോളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് കൊടുക്കുക. ദെൻ ടാക്സേഷൻ പോളിസി. ടാക്സേഷൻ പോളിസി എന്ന് വെച്ചാൽ ടാക്സ് നമുക്ക് നല്ല രീതിയിൽ ഹയർ റേറ്റ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് എന്ത് ചെയ്യും, കുറച്ച് കൊടുക്കാനാണ് പറ്റുള്ളൂ അല്ലേ. കാരണം കുറേ ടാക്സായി പോയാൽ പിന്നെ നമുക്ക് കുറച്ചിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടാക്സേഷൻ പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് റിയാക്ഷൻ, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നനുസരിച്ചിട്ട് നമുക്ക് എന്തായാലും വ്യത്യാസം വരും. ക്യാപിറ്റൽ മാർക്കറ്റിലെ ആക്സസ്. ലാർജ് ആൻഡ് റെപ്യൂട്ടഡ് കമ്പനീസ് ഹാവ് ഈസിലി ആക്സസ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തതനുസരിച്ച് അവർക്ക് റീറ്റെയിൻഡ് ഏർണിങ്സും ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ കുറവായിരിക്കും. ദെൻ ലീഗൽ കോൺസ്ട്രെയിൻസ്. ലീഗൽ കോൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിലെ ഓരോ ലീഗൽ റെസ്ട്രിക്ഷൻസ് അനുസരിച്ച് ഡിവിഡൻഡ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു 8 എണ്ണം പഠിച്ചാൽ മതി, ഇതിലൊരു 8 എണ്ണം കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സും പഠിക്കാം. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ മിക്സ്ഡ് യൂസ് ഓഫ് ലോങ് ടേം ആൻഡ് ഓൺഡ് ക്യാപിറ്റൽ, ഓൺഡ് ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കുക. പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ഓവറോൾ ക്യാപിറ്റൽ, ഇത്രത്തോളം നമുക്ക് കടം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി നോക്കാം. ഇതൊക്കെ 2 മാർക്കിനാണ്. അതായത് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ നല്ല ഫേവറബിൾ ആയ സിറ്റുവേഷൻ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതല്ല എങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നൊക്കെ നമ്മൾ പറയണം. അപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ ക്യാഷ് ഫ്ലോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഫ്ലെക്സിബിലിറ്റി, സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രീഷൻ. അപ്പോൾ ഇത് ടാക്സ് റേറ്റ്, റിസ്ക്, ഇതൊക്കെ എന്താണ് നമുക്ക് മറ്റ് ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് 5-6 ഫാക്ടേഴ്സാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത ടോപ്പിക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് പ്രോസസ് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രൊഡക്ഷൻ. മാർക്കറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ബിഫോർ പ്രൊഡക്ഷൻ. പിന്നെ മാക്സിമൈസ് പ്രോഫിറ്റ് ടു സെയിൽസ്. സെയിൽസ് കൂട്ടിയിട്ടാണ് പ്രോഫിറ്റ് കിട്ടുക. ഇവിടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇത് സെല്ലിംഗ് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രൊഡക്ഷൻ, ബിഫോർ പ്രൊഡക്ഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബിഫോർ പ്രൊഡക്ഷൻ ആണ് മാർക്കറ്റിംഗ്. സെല്ലിംഗ്സ് ഇൻവോൾവ് എഫേർട്സ് ലൈക്ക് പ്രൊമോഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്. മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് എഫേർട്സ് ലൈക്ക് പ്രൊമോഷൻ, പ്രൈസിങ്, പ്രോഡക്റ്റ്. 4 Pകൾ, അതായത് പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ എല്ലാം ഇൻക്ലൂഡഡ് ആണ് സ്ട്രാറ്റജി. പിന്നെ ഇവിടെ സെല്ലേഴ്സ് നീഡ്, അവിടെ കസ്റ്റമേഴ്സ് നീഡാണ്. സെല്ലിംഗ് പ്രോസസ് പ്രൊഡ്യൂസ് ഈസ് ദ കിങ്. ഇവിടെ പ്രൊഡ്യൂസറാണ് കിങ്, ഇവിടെ കസ്റ്റമറാണ് കിങ്. പിന്നെ സെല്ലിങ് ഓൺലി എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഈസ് എ വൈഡർ ടേം. പിന്നെ ഡിമാൻഡ് ത്രൂ സെയിൽസും മറ്റൊരുത്ത ഡിമാൻഡ് ത്രൂ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സും കേട്ടോ. പിന്നെ ഈ പാഠത്തിൽ തന്നെയാണ് അടുത്ത ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത്, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഫങ്ഷൻസ് കസ്റ്റമറിൻ്റെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മാർക്കറ്റ് പ്ലാനിങ് നടത്തുന്നു, പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസേഷനും ഗ്രേഡിങ്ങും കൊടുക്കുക, പാക്ക് ചെയ്യുന്നു, ലാബിൽ ഒട്ടിക്കുന്നു, ബ്രാൻഡ് നെയിം കൊടുക്കുന്നു, കസ്റ്റമറിൻ്റെ സർവീസസ് എന്തൊക്കെ വേണമെന്ന് ആലോചിക്കുന്നു, വില നിശ്ചയിക്കുന്നു, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്പോർട്ടേഷനും നടത്തുന്നു. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞതും ഈ പാഠത്തിൽ തന്നെയാണ്. ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗോൾഡൻ ടോപ്പിക്സിൽ നിന്ന് ഈ പാഠത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത്. 4 P's ഓഫ് മാർക്കറ്റിംഗ്. 4 P's പ്രോഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, പ്ലേസ് മിക്സ് ആൻഡ് പ്രൊമോഷൻ മിക്സ്. പ്രോഡക്റ്റ് മിക്സ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഗുഡ്സ് ഓർ സർവീസസ് എനിത്തിങ് ഓഫ് വാല്യൂ വിച്ച് ഈഡ് ഓഫേർഡ് ബൈ ദ കസ്റ്റമർ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എം പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടെന്നും പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് അവൈലബിൾ ആണെന്നൊക്കെ നമുക്ക് എഴുതാം. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ കോസ്റ്റ്, എബിലിറ്റി ഓഫ് മാർക്കറ്റ്, കോമ്പറ്റീഷനൊക്കെ ആയിട്ട് വ്യത്യാസമായിരിക്കും. പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഗാർഡിങ് ഹൗ ദ പ്രോഡക്റ്റ് വിൽ ബി അവൈലബിൾ ടു ദ കസ്റ്റമർ ഫ്രം ആക്ച്വൽ സെയിൽ. അതായത് സെയിൽ നടത്തേണ്ട സ്ഥലത്തേക്ക് എങ്ങനെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എത്തുന്നു, അതാണ് പ്ലേസ്. അവിടെ നമുക്ക് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനും ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സും എല്ലാം വരുന്നുണ്ട്. ദെൻ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ്, പ്ലേസ്മെൻറ്റ്, സെയിൽസ്, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് തന്നെയായിരുന്നു. ദാറ്റ് ഈസ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒബ്ജെക്ഷൻസ് ആയിരുന്നു. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമുക്കിതുപോലെ നെഗറ്റീവ്സ്, ഓക്കെ, നെഗറ്റീവ്സ് ആണ് വരിക. അതായത് അഡ്വർടൈസ്മെൻറ്റിന് ഒരുപാട് ഗുണങ്ങളുള്ളതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റിന് കുറച്ച് ദോഷങ്ങളുമുണ്ട്. അതേതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അഡ്വാൻറ്റേജസ് നമുക്കറിയാം, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇക്കണോമിക്സ് ലാർജ് സ്കെയിലിൽ കിട്ടുന്നു, ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, എല്ലാം ഉണ്ട്. ഇനി ലിമിറ്റേഷൻസ് എന്ന് പറയുന്നതാണ് ഒബ്ജെക്ഷൻസ്. ദ ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ വില നമുക്ക്
പ്രൈസ് കൂട്ടാനുള്ള ഒരു ഘടകമാണ്. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ പരസ്യത്തിൻ്റെ വിലക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ നീഡ്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, ആക്ച്വൽ നീഡ്സിന് വരെ അൺവാണ്ടഡ് തിങ്സ് വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഹാംഫുൾ ഫോർ ദ സൊസൈറ്റി, അതായത് ചില സൊസൈറ്റീനെ അൺഎത്തിക്കലായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളും ഉണ്ട്. ദെൻ ഇറ്റ്സ് ലീഡ് മൊണോപ്പൊളി, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പരസ്യം മാത്രമാകുമ്പോൾ അതിൻ്റെ സാധനങ്ങൾ മാത്രമാണ് അവിടെ ആൾക്കാർ കൂടുതൽ വാങ്ങുക. സോ അവിടെ ആ ഒരു ബ്രാൻഡ് മാത്രം അവിടെ കുത്തകയായി നിൽക്കും. പിന്നെ ഇറ്റ് മേ ആക്ട് അഗെയിൻസ്റ്റ് ഫ്രീഡം ഓഫ് പ്രസ്, അതായത് ഇത് മാസ് മീഡിയയ്ക്ക് ഒരുപാട് ഹ്യൂജ് ഇൻകം കിട്ടും. സോ ഇത് പ്രസ്സിനെ റിപ്പോർട്ടിങ്ങിനൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനീസ് ഒരുപാട് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. കാരണം പ്രസ്സൊക്കെ കൂടുതലും യൂസ് ചെയ്യേണ്ടത് വാല്യുബിൾ ആയ ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്മോൾ ബിസിനസ് ഹാവ് റെസ്ട്രിക്റ്റഡ് ആക്സസ്, അതായത് ചെറിയ ബിസിനസ്സുകാർക്ക് അത് ആഡൊന്നും നമുക്ക് പറ്റില്ല. അഡ്വർടൈസ്മെൻറ്റ് എൻകറേജ് അൺനെസസറി കോമ്പറ്റീഷൻ, ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലെ കണ്ടോ, അതായത് ഒബ്ജെക്ഷൻസും ഇപ്പോൾ ലിമിറ്റേഷൻസ് എഴുതിയിട്ട് ഒപ്പം കൂടെ നിങ്ങൾ ഒബ്ജെക്ഷൻസ് നോക്കുക. ഇൻക്രീസസ് കോസ്റ്റ്, കൺഫ്യൂസ് ദ ബയേഴ്സ്, എൻകറേജ് സെയിൽ ഓഫ് ഇൻഫീരിയർ പ്രോഡക്റ്റ്. ഓക്കെ, പിന്നീട് നമ്മൾ ഈ ഒരു പാഠത്തിൽ പറഞ്ഞ നെക്സ്റ്റ് ടോപ്പിക്ക് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആണ്. സാമ്പിളിംഗ് കൊടുക്കുക, റിബേറ്റ്, അതായത് എക്സസ് ഇൻവെൻട്രി ക്ലിയർ ഓഫ് ചെയ്യാനായിട്ട് വില കുറച്ച് കൊടുക്കുന്നതാണ് റിബേറ്റ്. ദെൻ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ, ഇത്ര പെർസെൻറ്റേജ് MRP റേറ്റിൽ ലെസ് ഓഫ് വാല്യൂ ആണ്. റീഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് തിരിച്ച് ഇപ്പോൾ എന്തെങ്കിലും യൂസ് ആയില്ല എങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. കോൺടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ കസ്റ്റമേഴ്സിന് സംഘടിപ്പിച്ചിട്ട് അവരോട് വാങ്ങാൻ പ്രേരിപ്പിക്കുക. വല്ല ക്വിസ് കോൺടെസ്റ്റോ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ നടത്തുക. ലക്കി ഡ്രോ, അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലക്കി ഡ്രോ ഫില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് ഭാഗ്യശാലികൾക്ക് നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കുക. ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രാ പെർസെൻറ്റേജ്, ഇപ്പോൾ നമുക്ക് പേസ്റ്റിലൊക്കെ കാണാം 25% എക്സ്ട്രാ, അപ്പോൾ അതൊരു ടെക്നിക്കാണ്. ദെൻ പ്രൊഡക്റ്റ് കോമ്പിനേഷൻ, ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. കോംബോ ഓഫർ, ഇത് കോംബോ ഓഫറാണ്, ഒരു TV വാങ്ങുമ്പോൾ ഒരു സ്ഥിരപ്പെട്ടി ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ദെൻ ഫൈനാൻസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻസ് സ്കീം വഴി ഓഫർ ചെയ്യുക, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ കൊടുക്കുക. ഓക്കെ, ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു പാഠത്തിൽ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ തന്നെ ഇപ്പോൾ ഒരു 5 ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിളാണ്. ഡിവിഷൻ ഓഫ് വർക്ക്, ദ വർക്ക് മസ്റ്റ് ബി ഡിവൈഡ് ടു സ്മോൾ ടാസ്ക് ആൻഡ് ഈച്ച് വൺ അസൈൻ ടു ഈച്ച് പേഴ്സൺ. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി എന്ന് വെച്ചാൽ പവർ ടു ടേക്ക് ഡിസിഷൻസ്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഒബീഡിയൻസ് ടു ദ അതോറിറ്റി. ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഒബീഡിയൻസ് ആയിട്ട് ഇരിക്കുക. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മാത്രം ഒരു ഹെഡ് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഒരേ ഒരു പ്ലാൻ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു. ദെൻ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ ജനറൽ ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുവരണം. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കോളർ ചെയിൻ, ദെൻ ഓർഡർ, ഇക്വിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ ആൻഡ് ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു പാഠത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. ഇത് സാധാരണ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ്. പ്ലാനിങ്ങിലെ ടൈപ്സ് ഓഫ് പ്ലാൻ ആണ്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ് ഒക്കെ പഠിക്കണം. നമ്മൾ തിരഞ്ഞെടുത്തൊരു 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇവിടെ സിംഗിൾ യൂസ് പ്ലാനും ഉണ്ട്, സ്റ്റാൻഡിങ് പ്ലാൻസും ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്നത്, ഒരേ ഒരു തവണ മാത്രമേ നമ്മൾ തയ്യാറാക്കുള്ളൂ. അത് ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രോജക്റ്റ് എക്സാമ്പിളാണ്. സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം, നമുക്ക് കുറച്ചധികം കാലം ആ ഒരു പ്ലാൻസ് അവിടെ ഉണ്ടായിരിക്കണം. പ്രൊസീജിയർ, പോളിസി, റൂൾസ്, മെത്തേഡ്സ് ഒക്കെ നമ്മൾ കുറച്ചധികം കാലം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ദ എൻഡ്സ് വിച്ച് ദ മാനേജ്മെൻറ്റ് സീക്സ് ടു അച്ചീവ് ബൈ ഇറ്റ്സ് ഓപ്പറേഷൻ, എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്ന ലക്ഷ്യം. എക്സാമ്പിളാണ് ഇൻക്രീസ്ഡ് സെയിൽ ബൈ 10%, നമുക്ക് 10% സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ദ പ്ലാൻസ് മെയ്ഡ് ഇൻ ലൈൻ ഓഫ് പ്ലെയിൻസ്, അതായത് കണ്ടിന്യൂ ദ സെയിം ലൈൻ ഓഫ് ഓപ്പറേഷൻ, അതായത് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഈ വർഷം ചെയ്താൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടും എന്ന് പറയും. പോളിസി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ബ്രോഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ പ്രൈസിങ് പോളിസി അല്ലെങ്കിൽ ഓരോ പോളിസി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പ്രൈസിങ് പോളിസി കൊടുക്കുന്നത് കോസ്റ്റ് വെച്ചിട്ടാണ്, അപ്പോൾ അതൊരു പ്രൈസിങ്ങിൻ്റെ ഒരു പോളിസിയാണ്. അതുപോലെ സീറ്റുകളെല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിൽ എടുക്കുന്നത് അതൊരു പോളിസിയാണ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേ ഓഫ് ഹാൻഡ്ലിംഗ് ആണ്. അത് സെലക്ഷൻ പ്രൊസീജിയർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് വേ ഓഫ് അക്കംപ്ലിഷിങ് ടാസ്ക്, അത് വേജ് പേയ്മെൻറ്റ് ഏത് മെത്തേഡിൽ ചെയ്യണം. റൂൾ എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഡൺ ഓർ നോട്ട് ടു ഡൺ. ഡൺ എന്ന് പറയുമ്പോൾ നോട്ട് ടു ഡണ്ണിൽ പ്രൊഹിബിറ്റഡ്, സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ പ്രൊഹിബിറ്റഡ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ചെയ്യണ കാര്യം എംപ്ലോയീസ് മസ്റ്റ് ബി ഇൻ അറ്റ് 10 o'clock, 10 o'clock വരണം, അതും ഒരു റൂളാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെസസറി ആക്ടിവിറ്റീസ്, ഒരു സെറ്റ് ഓഫ് പോളിസീസൊക്കെ കൂടിയതാണ് പ്രോഗ്രാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ എക്സ്പ്രഷനാണ്. ഒരു ക്യാഷ് ബഡ്ജറ്റ് ന്യൂമറിക്കൽ ടേംസിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് വണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആണ്. 2 തരം മെത്തേഡ് ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വൈൽ ഡൂയിങ്, അതായത് ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ട്രെയിനിങ്. അതിന് എക്സാമ്പിളാണ് അപ്രൻറ്റീസ്ഷിപ്പ്, കോച്ചിങ്, ഇൻറ്റേൺഷിപ്പ്, ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്, ഒരു ട്രെയിനിനെ ഒരു ജോബിൽ നിന്ന് അനദർ ജോബിലേക്ക് മാറ്റാം. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒരു കോൺട്രാക്റ്റ് പ്രകാരം അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുക സ്റ്റുഡൻസിന്. ദെൻ കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോച്ചിങ് സൂപ്പർവൈസറുടെ കീഴിൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുക. അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനി പ്ലേസ്ഡ് അണ്ടർ എ സൂപ്പർവിഷൻ, അതായത് നന്നായി എക്സ്പീരിയൻസ്ഡ് ആയ ആളുടെ കീഴിൽ ട്രെയിനിങ് കൊടുക്കുക. ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു 6 എണ്ണുണ്ട്. ക്ലാസ് റൂം ലെക്ചേഴ്സ്, ഫിലിംസ്, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കണ പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്, ചെയ്തതിന് മുന്നേ പഠിക്കുക. ഫിലിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിലിം ഷോകളൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഷോകൾ കാണിച്ചെന്ന് പഠിപ്പിക്കുക. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ട്രെയിനിന് ഒരു സ്റ്റഡി കേസ് കൊടുക്കും, അതിൽ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെ സൊല്യൂഷൻ നമ്മൾ സ്വയം കണ്ടുപിടിച്ച് പഠിപ്പിക്കുന്നതാണ് കേസ് സ്റ്റഡി. കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ് നമ്മളിവിടെ മോഡലിംഗ് പഠിക്കുക. വെസ്റ്റിബ്യൂൾ ട്രെയിൻ എന്ന് വെച്ചാൽ ദ ട്രെയിനിങ് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് വെസ്റ്റിബ്യൂൾ സ്കൂൾസ്. ഏറ്റവും നല്ല ഉദാഹരണം ഡ്രൈവിംഗ് സ്കൂളുകളാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണം, അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കണതിൻ്റെ സെയിം വണ്ടിയിൽ ഇരുത്തിയിട്ട് തന്നെ നമുക്ക് പഠിപ്പിച്ച് തരാം, അതായത് ആക്ച്വൽ എൻവയോൺമെൻറ്റ് ഓൾറെഡി ക്രിയേറ്റഡ്. ദെൻ പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് സിസ്റ്റമാറ്റിക്കൽ മാനറായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ ഒരു 4-5 എണ്ണം, ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഒരു 4 എണ്ണം പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആരൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ ഫിഗർ വരച്ചേക്കണം കേട്ടോ. ആരൊക്കെ ഉണ്ടാവും? 8 ഫാക്ടേഴ്സാണുള്ളത് എലമെൻറ്റ്സ്. സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്. അപ്പോൾ ഇതെന്താ? സെൻഡർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു കൺവേ ഐഡിയാസ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എൻകോഡ് എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് മെസ്സേജ് ഇൻ ടു സിമ്പിൾസ്. മീഡിയ എന്ന് വെച്ചാൽ ഏത് ചാനൽ ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഡീകോഡ് എന്ന് വെച്ചാൽ സിമ്പിൾസിനെ മെസ്സേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. റിസീവർ ദ പേഴ്സൺ ഹു റിസീവ് ദ മെസ്സേജ്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ദ റിയാക്ഷൻ ഓർ റെസ്പോൺസ് ഓഫ് ദ റിസീവർ. ദെൻ നോയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ എലമെൻറ്റ്സ് പഠിക്കുക. നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വാരിയസ് പേഴ്സൺസ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ്, ഏത് പാറ്റേണിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2 തരം സ്ട്രക്ചർ ഉണ്ട്, ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ്, അതായത് ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ട്. ഹിയർ ദ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. പർച്ചേസ് മാനേജർ പർച്ചേസ് ചെയ്യുന്ന ആളാണ്, പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട്, മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് അനുസരിച്ച്. ഈച്ച് ഫങ്ഷൻസ് ഓർഗനൈസ് ആസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റ് ലൈൻ അനുസരിച്ച്, ടെക്സ്റ്റൈൽ ഷോറൂം, സിമെൻറ്റ്, ഷിപ്പിംഗ്, അതിൽ പിന്നെയും ഇവർ ഫങ്ഷനായിട്ട് തിരിച്ചിരിക്കുക. ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിവിഷൻസ്. ഡിവിഷൻസ് ആർ ഫോംഡ് ഓൺ പ്രോഡക്റ്റ് ഓർ ടെറിട്ടറി.
പ്രോഡക്റ്റ് ലൈൻ അനുസരിച്ചിട്ടാണ് ഡിവിഷൻസ് ഉള്ളത്. സോ ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെയും അതുപോലെ തന്നെ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെയും ഈ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ.